എന്താ വില? 400-500 ഉണ്ട്. ആകെ 200 വെറുതൊട്ടും കരുതി കുത്തിണ്ടോ. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ വർത്താനങ്ങള്? എല്ലാവർക്കും സുഖല്ലേ? 2 ദിവസമായിട്ട് കല്യാണത്തിന്റെ തിരക്ക് കൂടി ആയിരുന്നു കേട്ടോ. കൊണ്ടവൾ മുഖം മറക്കണ നേരമില് മർഹബ പാടി മാറനണഞ്ഞു കൽബ് കവർന്നു കബൂലില് മാരനിതാ വന്നേ നിന്റെ തോഴനിവൻ തന്നെ കുർസിലിരിക്കുന്നേ നല്ല പിരിശം കാട്ടുന്നേ പെണ്ണ് മിഴികൾ നിറയ്ക്കുന്നേ തോഴികളൊപ്പന പാടുന്നേ അഞ്ചിത മുഞ്ചൊളി അമ്പിളി പൂത്തത് പോലൊരു പുഞ്ചിരി വദനമില് എത്തിയ മുന്തിയ ഊത്. പിന്നെ ഈ പായസത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ, അത് വാപ്പൂറ്റും വരുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. വാപ്പൂറ്റും വരുന്നുണ്ട് പറഞ്ഞ് രാവിലെ വിളിച്ചതാണ്. കുട്ടിക്ക് ഡോക്ടറെ കാണിച്ചാൻ പോകുമ്പോൾ ഞങ്ങളതിൽ വരുന്നുണ്ട് താത്താന്നും പറഞ്ഞ് വാവ വിളിച്ചീന് കേട്ടോ. അപ്പോൾ വാവയും ഓളമ്മയും വാപ്പും കൂടിയാണ് അന്ന് വന്നത്. വാപ്പു വരാൻ വൈകി. അന്ന് പെരുമായി അതിന് ഓന് പണി ഉണ്ടായില്ലായിരുന്നു. ഓരോരുത്തർക്ക് എത്താൻ വേണ്ടിയിട്ട് വൈകി. പിന്നെ ഓൾക്ക് നേരം വൈകി. അപ്പോൾ കുറച്ച് നേരം മായൊക്കെ ചോരുവളവിടെ നിന്ന്. അപ്പം ഓള് വിളിച്ചങ്ങാണ്ട് പറഞ്ഞു, താത്ത ഞങ്ങൾ ഉച്ചക്കൊക്കെ വരൂല കേട്ടോ. അപ്പത്തിന് ഞാൻ എന്ത് ചെയ്തിന്, കുറച്ച് പായസം വെച്ചിനും ബിരിയാണിയും തന്നെ മേടിച്ചിക്കാണ് കേട്ടോ. അപ്പോഴേക്കപ്പോഴെ വിളിച്ച് പറഞ്ഞാണ് നാളൊന്ന് വരാറുന്നു. അന്നും തന്നെ വാപ്പു പണിക്ക് പോയി പറഞ്ഞാണ്ട് അങ്ങനെ സ്വീപ്പായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിനില്ല. അപ്പോൾ പിന്നെ ഓലെ ഞാൻ അപ്പോൾ കരുതിങ്ങാണ്ട് ചോറ് വെച്ചാൽ ശരിയാവില്ലല്ലോ വിചാരിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞോട് കൂടെ തന്നെ പായസം വെച്ചതാണ് കേട്ടോ. പിന്നെ 4 മണി ആയപ്പോഴും ഓർക്ക് മഴ കൊണ്ട് ആ 2 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, വരാൻ പറ്റാത്തതുകൊണ്ട് അത് നേരത്തെ എത്തിയില്ല. പിന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട്, പെരിന്തൽമണ്ണ എത്തിക്കണം താത്ത ഞങ്ങൾ ഏത് ബസ്സിലാണ് കയറുണ്ട് ചോദിച്ചങ്ങാണ്ട്. അപ്പോൾ വേഗം പായസം വന്നുകൊണ്ടൊന്ന് തുറന്നു നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു തേരുണ്ട് കേട്ടോ. അപ്പോൾ എന്താട്ടി അതാണെങ്കിൽ കുറച്ച് കുറുകിയും കൊണ്ട് വയ്ക്കണം. അപ്പോൾ വേഗം ഫ്രിഡ്ജിലുണ്ടായിന് പാല്, അതെടുത്തുങ്ങാണ്ട് കുറച്ചാണ് ആ പാൽ ഒഴിച്ചങ്ങാണ്ട് ഒന്നങ്ങോട്ട് നീട്ടിക്കാണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിക്കണം കേട്ടോ. അല്ലാതെ അപ്പോഴേക്കപ്പോൾ ഓൽക്കൊരു ഗ്ലാസ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യാം. സ്കൂളില്ലാത്ത ദിവസമാണ്, മക്കളൊക്കെ കുടിയിലുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ ഓരങ്ങനെ പിന്നെ ബല് വരുന്നതും കാണാമല്ലോ. ഇന്ന് വരുമോന്നാവോ വൈകുന്നേരം ആവും ചെയ്ത് മഴയും പെയ്തു ഇനി വരുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് പിന്നെ പായസമൊക്കെ ഞങ്ങളങ്ങനെ ശരിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓല് വന്നിട്ട് പിന്നെ ചോറിൻ്റെ നേരം കഴിയുകയും ചെയ്തിക്കണ്. പിന്നെ ഓല് വന്ന ആവശ്യം എന്താ വെച്ചാൽ നമ്മളെ ഈ ലേഹ്യത്തിൻ്റെ ബിസിനസ് ഉണ്ടല്ലോ, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചാന്നുള്ളതിൽ ഞാൻ പ്രൊമോഷൻ വർക്കായിട്ട് പല യൂട്യൂബർമാരെ കൊണ്ടും ചെയ്യിച്ചലുണ്ട് കേട്ടോ പരസ്യത്തിന്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ പൈസ കൊടുത്തിട്ടുമാണ് ചെയ്യിക്കൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വാപ്പുവിനെ കൊണ്ടും ചെയ്യിക്കാൻ വിചാരിച്ചു. കിട്ടണത് ഓനും കിട്ടിക്കോട്ടെ. മലപ്പുറം കിച്ചണിൽ വന്ന നിങ്ങളെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടർന്നും തന്നെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ വേണം. നിങ്ങൾക്ക് ലേഹ്യം വേണ്ടാന്നുണ്ടെങ്കിലും പ്രസവിച്ച് കിടക്കുന്നിടത്തേക്കോ ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെങ്ങാണ്ട് ഒന്ന് സഹകരിച്ചണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. നമ്മളെ ലേഹ്യം വാങ്ങിയവരെന്നെ വീണ്ടും വാങ്ങുക, അതേപോലെ തന്നെ വാങ്ങിയവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അതും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കണേ. ഒരു 3 മാസം 4ാമത്തെ മാസത്തേക്കാണ് ഇപ്പോൾ തയ്ക്കണത്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിറകുന്നുണ്ട്. കൂടുതലൊന്നും തോനെ വിറകല്ല, ഒന്നിച്ച് ഓർഡർ എടുത്തുകൊണ്ട് വിറകല്ല, ഒരു 10-35 കിലോ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിറകുന്നുണ്ട്. 2 ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ വന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ വീഡിയോൻ്റെ ഭാഗമായിട്ട് വാപ്പുവിൻ്റെ ചാനലിലും നമ്മളെ ലേഹ്യത്തിൻ്റെ വീഡിയോ ഉണ്ടാവും. അതേപോലെ തന്നെ മലപ്പുറം കിച്ചണിലും തന്നെ ഓന് പരസ്യത്തിൻ്റെ ആയിട്ട് ഓനും ചെയ്യും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഓൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിലും ഉണ്ടാകുന്നതാണ്. ഓന് പണിയില്ലാത്ത ദിവസമൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ലേഹ്യത്തിൻ്റെ പരസ്യം എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല ചാനലിൽ കൂടിയും പോയെങ്കിലുള്ളല്ലോ നമുക്ക് ബിസിനസ് ഒന്നും കൂടി ഇതാവാൻ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വർത്തമാനം പറയാനും ഒന്ന് കാണാനും പരിചയപ്പെടാനും നിലനിൽക്കാണ് ഒരു വീട്ടിൽ വന്നിരുന്നത്. അപ്പോൾ ഓല അതൊക്കെ പറഞ്ഞ് ഒലമ്മയും ഓളും വാവി പിന്നെ വാപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പോയിട്ടോ. പിന്നെ ഏത് മാക്സിയല്ലേ ഒക്കെ പാടാ അയൽവാസിയെ കൊടുത്ത ഞാനെന്താ പോകാവൂലേ? എവിടെ പോകാവൂലേ? ആ തങ്ങാൻ തുണി പോയിട്ട് വിചാരം വലിച്ചിട്ടു മറക്കേണ്ടി
അതിനകത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്നു പെണ്ണുങ്ങൾക്ക് വാക്ക് വാർക്ക കളിക്കോൾ തെറ്റിക്കണ അറിഞ്ഞോട് അത് തെറ്റുന്നില്ല പിന്നെ എന്താ വില മാക്സിക്ക് എടുക്ക എന്താ വില 400 ഉണ്ട് ആകെ 200 ഉറുപ്പുള്ളൂ മാക്സിക്ക് വെറുതൊട്ടും കെതി കുത്തിണ്ടോ എത്തപ്പാന്റെ കഥ പറയാം 400 ഉറുപ്പ്യ ഞാനും തുടങ്ങണം മാക്സി കച്ചവടം ഇത് കുറച്ച് കൊണ്ടേക്ക് വന്നിട്ട് വിറ്റോ ഇങ്ങോട്ട് കായോ കായ്ച്ചേരാ അവച്ചെന്താ എനിക്കായിട്ട് ലാഭം ഉണ്ടാവും എന്തിനാ എന്തൊരു ലാഭം കിടച്ചരാ ഈ പൂര് പോണത് കൊണ്ടുവരാ ഇത് ചെയ്തിക്കണോ ഇല്ല പോണ്ട ഞാൻ ഓരോ ആൾക്കാർക്ക് പോയിട്ടുണ്ട് എനിക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാപ്പോ പോണോ തിരുപ്പൂര് പോണോ ചാപ്പ കൊടുന്നോന്ന് കഴിഞ്ഞിട്ടാ മതി ഇത് കൊടുന്ന് കഴിഞ്ഞിട്ട് തിരുപ്പൂര് പോയിക്കാണ്ട് ഇത് പോകേണ്ട ആവശ്യമില്ല എന്റെ ആധാർ കാർഡും വിളിച്ചെന്നാ വരും അല്ലേ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാല് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ മേടിച്ചു അല്ലാതല്ല നമ്മളെ വിട്ടെടുക്കല്ലേ നമ്മളെ വിട്ടെടുത്തിട്ട് സാധനം ഇവിടെ എത്തും പാലക്കാട് വണ്ടിക്ക് വരാം പിന്നെ ഓല് വന്ന ആവശ്യം എന്താ വെച്ചാല് നമ്മളെ ഈ ലേഹ്യത്തിൻ്റെ ബിസിനസ് ഉണ്ടല്ലോ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചാന്നുള്ളതിൽ ഞാൻ പ്രൊമോഷൻ വർക്കായിട്ട് പല യൂട്യൂബർമാരെ കൊണ്ടും ചെയ്യിച്ചലുണ്ട് കേട്ടോ പരസ്യത്തിന്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ പൈസ കൊടുത്തിട്ടുമാണ് ചെയ്യിക്കൽ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വാപ്പുവിനെ കൊണ്ടും ചെയ്യിക്കാൻ വിചാരിച്ചു. കിട്ടണത് ഓനും കിട്ടിക്കോട്ടെ. മാഷാ അല്ലാ അൽഹംദുലില്ലാ, അള്ളാൻ്റെ അനുഗ്രഹം അതേപോലെ തന്നെ മലപ്പുറം കിച്ചണിൽ വന്ന ഇങ്ങളെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടർന്നും തന്നെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ വേണം. നിങ്ങൾക്ക് ലേഹ്യം വേണ്ടാന്നുണ്ടെങ്കിലും പ്രസവിച്ച് കിടക്കുന്നിടത്തേക്കോ ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെങ്ങാണ്ട് ഒന്ന് സഹകരിച്ചണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. നമ്മളെ ലേഹ്യം വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങുക, അതേപോലെ തന്നെ വാങ്ങിയവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് അറിയുമ്പോൾ അതും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കണത്. ഒരു 3 മാസം 4ാമത്തെ മാസത്തേക്കാണ് ഇപ്പോൾ തയ്ക്കണത്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വിറകുന്നുണ്ട്. കൂടുതലൊന്നും തോനെ വിറകല്ല, ഒന്നിച്ച് ഓർഡർ എടുത്തുകൊണ്ട് വിറകല്ല, ഒരു 10-35 കിലോ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിറകുന്നുണ്ട്. 2 ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ വന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ വീഡിയോൻ്റെ ഭാഗമായിട്ട് വാപ്പുവിൻ്റെ ചാനലിലും നമ്മളെ ലേഹ്യത്തിൻ്റെ വീഡിയോ ഉണ്ടാവും. അതേപോലെ തന്നെ മലപ്പുറം കിച്ചണിലും തന്നെ ഓന് പരസ്യത്തിൻ്റെ ആയിട്ട് ഓനും ചെയ്യും കേട്ടോ. അപ്പോൾ പാടി മാറനണഞ്ഞു കൽബ് കവർന്നു കബൂലില് മാരനിതാ വന്നേ നിന്റെ തോഴനിവൻ തന്നെ കുരിശിലിരിക്കുന്നേ നല്ല പിരിശം കാട്ടുന്നേ പെണ്ണ് മിഴികൾ നിറയ്ക്കുന്നേ കോഴികളൊപ്പന പാടുന്നേ അഞ്ചിത മുഞ്ചൊളി അമ്പിളി പൂത്തത് പോലൊരു പുഞ്ചിരി വദനമില് എത്തിയ മുന്തിയ ഊത് പുകച്ചിത മാറനണ